everyone. 10th CBSE ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് റീച്ച് ലേണിംഗ് എഡ്ജിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. 9th, 10th, +1, +2 ബാച്ചുകളിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സസ് 2026-27 ബാച്ചിലേക്കായി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 9th, 10th ബാച്ചിലേക്കായി സ്റ്റേറ്റ്, CBSE, ICSE ബാച്ചിലേക്കുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ബാച്ചുകളിലേക്കും +1, +2 ക്ലാസ്സുകളിലെ സ്റ്റേറ്റ്, CBSE, ISE ബാച്ചുകളിലേക്കായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അറിയാനായി കോൺടാക്ട് ചെയ്യുക. 10th CBSE ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്റർ ഫിസിക്സിന്റെ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിൽ നിന്നാണ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഒപ്റ്റിക്സ്? നമ്മൾ കാണുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഫിനോമിനൻസ് ഉണ്ടല്ലേ, നമ്മുടെ റെയിൻബോ പോലെ, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മിററിലെ ഇമേജസ് പോലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അറിയണം ഈ ലൈറ്റ് എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമല്ലേ ഈ ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലൈറ്റിന് രണ്ട് പ്രോസസ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അപ്പൊ എന്തായിരിക്കും റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ the ray of light incident on a smooth surface will reflect back at same angle of incidence. എന്ന് വെച്ചാല് നമ്മളൊരു സ്മൂത്ത് സർഫസിനെ വിചാരിക്കുവാണെങ്കിൽ ആ സ്മൂത്ത് സർഫസിലേക്ക് വന്ന് വീഴുന്ന റേ ഓഫ് ലൈറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ്. അതെന്ത് ചെയ്യും? ആ ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വെച്ച് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അനുമാനിക്കും. ദാറ്റ് ഈസ് ദ നോർമൽ അറ്റ് ഇറ്റ്സ് പോയിന്റ്. ആ നോർമലിൽ നിന്ന് ഏത് ആംഗിളിലേക്കാണോ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നത്, അതായത് ഈ നോർമലും ആംഗിൾ ഓഫ് റേ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ഒരേ ആംഗിളിൽ തന്നെ സെയിം ആംഗിളില് റിഫ്ലക്റ്റഡ് ആവുന്ന റേ തിരികെ പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണെന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവില്ലേ? ആ പറയുന്ന ഒരു ടോപ്പിക്കാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ് ആണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി പറയുന്നതെന്ന് വെച്ചാല് ഈ ഇൻസിഡന്റ് ചെയ്യുന്ന റേയും റിഫ്ലക്ട് ചെയ്യുന്ന റേയും അതുപോലെ തന്നെ നോർമലും ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ എന്തായിരിക്കും? അറ്റ് എ സെയിം പ്ലെയിനിലായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും ഇത് വന്ന് വീഴുക. ഇനി നമുക്ക് നോക്കാം എവിടെയൊക്കെ ആയിരിക്കും ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുക. സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ സർഫസസിലും റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഏത് ടോപ്പിക്കിൽ നിന്നായിരുന്നു? ഒരു പ്ലെയിൻ മിററിന്റെ ഒരു ഭാഗത്തിൽ നിന്നായിരുന്നില്ലേ? അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള മിറേഴ്സ് മാത്രമാണോ ഉള്ളത് ഇവിടെയൊക്കെ? അല്ല, നമുക്ക് മറ്റൊരു വിഭാഗത്തിലുള്ള മിറേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? ഒരു സ്പിയർ അല്ലേ, ഒരു സർക്കിള്. ആ സർക്കിളിൽ നിന്ന് എങ്ങനെ മിറർ വരും? അതാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ടോപ്പിക്. ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള സർക്കിൾ ആയിട്ടുള്ള ഒരു മിറർ നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ മിററിൽ നിന്ന് നമ്മളൊരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്ത പോർഷനിലുള്ള മിററാണ് നമ്മുടെ സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മിറേഴ്സ് രണ്ട് ടൈപ്പാണ് ഉണ്ടാവുന്നത്. ഒന്ന് കോൺകേവും മറ്റൊന്ന് കോൺവെക്സും. ഇനി എന്താന്ന് നോക്കാം. കോൺകേവ് എന്ന് പറയുന്ന മിറർ ഇരിക്കട്ടെ, ആ മിറർ കേവ് പോലെയാണ് ഉണ്ടാവുക. കോൺകേവ് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ കോൺകേവ് എന്താണ് ഈ കേവ് എന്ന് പറയുന്നത്? ഒരു കുഴിവുണ്ടല്ലേ. അപ്പൊ ഈ കുഴിവുള്ള മിററിനെയാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ കുറെ വരകൾ വരച്ചിട്ടുണ്ടാവുക? ആ സ്ഥലം എന്ത് ചെയ്യുന്നില്ല? റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ഇവിടെ സ്മൂത്ത് ആയിട്ട് വരച്ചിട്ടുള്ളത്. അതിന്റെ പുറകുവശത്തുള്ള ഭാഗം എന്ത് ചെയ്യുന്നില്ല? റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഏത് മിറർ ആണെന്ന് മനസ്സിലാക്കുക. റിഫ്ലക്ട് ചെയ്യുന്ന സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അകത്തേക്ക് ഒരു കേവ് പോലെ കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണ് കോൺകേവ് മിറർ. ഇനി എന്താണ് കോൺവെക്സ് മിറർ?
കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മിറർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് പുറത്തേക്കായിരിക്കും തള്ളി നിന്നുണ്ടാവുക. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിററിനെ നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയും. അപ്പോൾ സ്പെറിക്കൽ ആയിട്ടുള്ള മിറേഴ്സ് 2 ടൈപ്പ്, കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ഇനി നമുക്ക് ഒരു മിററിന് എന്തൊക്കെ പാർട്സ് ഉണ്ടാവും അത് നോക്കിയാലോ. അപ്പൊ മിററിന്റെ പാർട്സ് നമ്മൾ പറഞ്ഞു. ഈ മിറർ എന്ന് പറയുന്നത് എന്തിനാണ് വന്നിട്ടുള്ളത്? ഒരു സ്പിയറിൽ നിന്നാണല്ലേ. നമ്മളൊരു സ്പിയർ അല്ലെങ്കിൽ സർക്കിൾ ഒക്കെ പറയുമ്പോ എന്താ പറയാ? അതിനൊരു സെന്റർ ഉണ്ടാവില്ലേ? ആ സെന്ററിനെ നമ്മൾ ഈ മിററിന്റെ ഭാഗത്ത് നിന്ന് പറയാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. ആ സെന്റർ ഓഫ് കർവേച്ചറിനെ നമ്മൾ സി എന്നുള്ള ഒരു ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഈ സെന്റർ ഓഫ് കർവേച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മിറർ മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരു ചെറിയ പോർഷൻ മാത്രമല്ലേ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളൂ. ആ ഒരു പോർഷൻ ഓഫ് മിററിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പേർച്ചർ. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എവിടെയാണ് അപ്പേർച്ചർ കിട്ടുക? എം മുതൽ എൻ വരെയുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയാം. നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ അപ്പർച്ചർ വളരെ കുറഞ്ഞ മിറേഴ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് ഈ മിററിന് എന്തായിരിക്കും? ലെങ്ത് വളരെ കുറവായിരിക്കും. അപ്പൊ എൻ വരെയുള്ള പോർഷനെ നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നു. ഇനി ഈ മിററിന് എന്തുണ്ട്? ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ മിററിന് നമുക്ക് എന്ത് കാര്യം കിട്ടിയാലും അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എപ്പോഴും ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ? അപ്പോ ഈ മിററിന്റെ അപ്പേർച്ചറിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെക്കുക. അതായത് ഇതിന്റെ സെന്ററിലേക്ക് നമ്മളൊരു പോയിന്റ് കണ്ടുപിടിച്ചാല് ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ മിററിന്റെ പോൾ എന്ന് പറയാ. അപ്പോ ഈ സ്പെറിക്കൽ മിററിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. അപ്പേർച്ചറിന്റെ സെന്ററിനെ എന്തെന്ന് പറയുന്നു? പോൾ എന്നാണ് നമ്മൾ പറയാ. ഇനി ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഞാൻ അപ്പേർച്ചർ വരെ ഒരു ലൈന് അസ്യൂം ചെയ്യാന്ന് വെക്കുക. ഇതേ കണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു ലൈന് വരച്ചു, സെന്റർ ഓഫ് കർവേച്ചർ ടു പോള്. ആ ഒരു ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ്സ് നമുക്ക് വളരെയധികം ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് റേ ഡയഗ്രംസ് വരയ്ക്കാൻ പറ്റണം. 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരയ്ക്കാൻ പറ്റണം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള പറ്റണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മിററിന്റെ പിക്ചർ ഉണ്ടാക്കി, അതിന് സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, പോള് പറഞ്ഞു, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഈ സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോള് വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക? നോർമലി ഒരു സെന്ററിൽ നിന്ന് ഒരു സർക്കിളിന്റെ സെന്റർ മുതൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരെ, സർക്കിളിന്റെ ഒരു പോയിന്റ് വരെ നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്നല്ലേ പറയാ? ദ സെയിം തിങ്, റേഡിയസ് എന്നാണ് ഇവിടെയും സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോള് വരെയുള്ള ദൂരത്തിന് നമ്മൾ പറയാ. 6 എന്ന ലെറ്റർ കൊണ്ടാണ് ഇനി ഇത് ഉദ്ദേശിക്കുക. ഇനി നമുക്ക് ഇതിൽ കാണാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഓരോ റേസ് ഓഫ് ലൈറ്റ് എങ്ങനെയൊക്കെ പോവും, അവർക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, ഒബ്ജക്ട്സ് എങ്ങനെയൊക്കെ വെക്കാം, അതിന്റെ റേ ഡയഗ്രാംസ് ആണ്. അതിന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.